ഈ അപമൃത്യു എന്ന് പറഞ്ഞാൽ എന്താണത്? ഈ പറഞ്ഞതാണ് അപമൃത്യു. ഈ ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന സാധനം സൂക്ഷ്മ ശരീരത്തോട് കൂടി നിൽക്കുന്ന സ്ഥൂല ശരീരം നിൽക്കുകയും സ്ഥൂല ശരീരം നശിച്ചു പോവുകയും ചെയ്യും. സ്ഥൂല ശരീരം നശിച്ചു പോയാലും ഈ സൂക്ഷ്മ ശരീരം അവിടെ നിലനിൽക്കല്ലേ. ആ അവസ്ഥയ്ക്കാണ് അപമൃത്യു എന്ന് പറയുന്നത്. കണക്കെത്താതെയുള്ളൊരു മരണം. അതാണ് ഈ ആത്മാവെന്നൊക്കെ. ആത്മാവ് എന്ന് പറഞ്ഞാൽ അപ്പോഴേ സ്വതന്ത്രമാവും. ആത്മാവ് എന്നും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആത്മാവ് എന്ന് പറയുന്നത് സത്യം സനാതനവും ഒക്കെയാണ്. ഇപ്പം 1000 പാത്രത്തിൽ വെള്ളം വെച്ചു, അതിലെല്ലാം സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടായി. എല്ലാത്തിലും സൂര്യനുണ്ടല്ലോ, എല്ലാത്തിലും സൂര്യൻ, എല്ലാ വെള്ളത്തിലും സൂര്യനെ കാണാം. പാത്രം കമത്തി, സൂര്യൻ എങ്ങോട്ട് പോയി? ആ പാത്രത്തിൽ സൂര്യൻ എവിടെ പോയി? എവിടെയും പോയിട്ടില്ല, എങ്ങൊന്നും വന്നിട്ടുമില്ല. അതാണ് ആത്മാവിൻ്റെ അവസ്ഥ. അത് പരമാത്മാവിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അത് മരണത്തോടു കൂടി അത് എവിടെ പോയി വെച്ചാൽ എവിടുന്ന് വന്നോ അങ്ങോട്ട് പോയി എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. വന്നോ പോയോ ഇതൊന്നും പറയാനുള്ള ശേഷി നമുക്കില്ല. ഈ സിനിമാ സീരിയലുകാരാണ് ഈ ദുരാത്മാവും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ദുരാത്മാവെന്നല്ല, ഒരു ഊർജത്തിനും എന്താ പറയുക, ഇൻറ്റൻഷൻ, ഇതിന് അതായത് മോശം എനർജി, നെഗറ്റീവ് എനർജി എന്നൊരു വാക്കില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എനർജി എന്ന് പറഞ്ഞ സാധനമേ ഉള്ളൂ, ഊർജ്ജമാണ്. അത് പോസിറ്റീവ് ആവണതും നെഗറ്റീവ് ആവണതും നമ്മുടെ ഇൻറ്റൻഷൻ കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം, ഇലക്ട്രിസിറ്റി, ബൾബ് കത്തിക്കാം, അതുകൊണ്ട് തന്നെ ഒരാൾ ഷോക്ക് അടിപ്പിക്കാം. അതിന് ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ചെയ്യുന്ന ആളുടെ ഇൻറ്റൻഷൻ അല്ലേ പ്രശ്നം. ഇപ്പോൾ ഒരേ ദേവതയെ കൊണ്ട് തന്നെ നമുക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, ദുഷ്കർമ്മങ്ങളും അനുഷ്ഠിക്കാം. ദേവതയ്ക്ക് അതിന് ബന്ധമൊന്നുമില്ല, ചെയ്യുന്ന ആൾക്കാണ് അതിൻ്റെ കുഴപ്പം. മോക്ഷം എന്ന് പറയുന്ന സാധനം നമുക്ക് കൊടുക്കാനുള്ള ശേഷി ഉണ്ടോ? എൻ്റെ കയ്യിലുള്ളൊരു വസ്തുവല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ. എനിക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഈ മൂർത്തികൾക്ക്, ഏതെങ്കിലും ഒരു മൂർത്തികൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ? മൂർത്തികൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂർത്തികൾ ഇവിടെ മൂർത്തിയായിട്ട് നിൽക്കുമോ? എവിടെയോ ബ്രഹ്മത്തിൽ ലയിച്ച് പണ്ടേ പോയിട്ടുണ്ടാവും. അതൊരു കൽപ്പത്തിലെ പ്രളയം വരുന്നവരെ ഇവരെല്ലാം ഇവിടെ നിലനിൽക്കല്ലേ. അപ്പം മോക്ഷം എന്നുള്ള വാക്കല്ല നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. മുക്തി എന്ന് പറയാം. ഒരു മുക്തി ഉണ്ടാവണം എന്ന് പറയാം. മോക്ഷം എന്ന് പറയുന്നത് അവനവൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ ധർമ്മത്തെ അറിഞ്ഞ് ആ ധർമ്മത്തിൽ നിന്ന് അർത്ഥം ഉണ്ടാക്കി ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച് ഈ കടലിൽ തിരയടങ്ങുന്ന പോലെ അടങ്ങി ശൂന്യമായ ബ്രഹ്മത്തെ മനസ്സിലാക്കി മുക്തി കിട്ടി പോവാണ്, മോക്ഷത്തിലേക്ക് പോവാണ്. അത് ഈ ജന്മം കൊണ്ട് തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. എത്രയോ ജന്മങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി പലതായിട്ട് ജനിച്ചിട്ടൊക്കെ ആവും. എന്തായാലും മനുഷ്യ ജന്മത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് താഴേക്ക് ഈ കർമ്മങ്ങൾ, എന്താ പറയുക, അവനവൻ്റെ കർമ്മങ്ങൾ ആവും തോറും നീചമായ ഇനി താഴേക്കുള്ള യോനികളിൽ പോയി ജനിക്കേണ്ടി വരും. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരും. വീണ്ടും കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. ഇത് വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് വരേണ്ടി വരും. ഈ മനുഷ്യജന്മത്തിൽ നിന്നാണ് മുക്തി കിട്ടാൻ എളുപ്പം. പൂന്താനം മറ്റേ ജ്ഞാനപ്പാന എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ വളരെ ലളിതമായിട്ട് മലയാളത്തിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാൻ മേല, നമ്മുടെ ആൾക്കാർ ആരും ഈ ജ്ഞാനപ്പാനയൊന്നും വായിക്കില്ല. ഒരു തരത്തിലും മനസ്സിലാവാത്ത ലളിതാസനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ വായിക്കും. സംസ്കൃതം പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇത് എന്തോ കേമായിട്ടിരുന്ന് വായിച്ച് ഭയങ്കര കാര്യമായിട്ട് എടുക്കും. പക്ഷേ ജ്ഞാനപ്പാനയിലും ഇതിൻ്റെ എല്ലാം വേദത്തിൻ്റെ മുഴുവൻ പൊരുൾ വളരെ ലളിതമായിട്ട് പൂന്താനം നമ്പൂരി എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ ലളിതമായിട്ട് അത് മനസ്സിലാവും. എന്തിനാണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഫ്രീക്വൻസികൾ തന്നെ ആവാതെ, ഒന്നും ചെന്നങ്ങ് തന്നോടും പറ്റാതെ, ഒന്നിനും ചെന്ന് താനും വലയാതെ, ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിയാവുന്ന വസ്തുവായി, ഒന്നിലും അറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി എന്നൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഈ ഫ്രീക്വൻസികൾ ഒന്നും തന്നെ പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് നമ്മൾ ഒരുമിച്ച് ആലോചിച്ചാൽ ഒറ്റ ലോകമേ ഉള്ളൂ. ഇത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവർക്ക് ഇനി ഒന്നുകൊണ്ടും അത് മനസ്സിലാവാനും പോണില്ല. എന്നാൽ പുള്ളി എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ലളിതമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ സങ്കീർണമായ വിഷയങ്ങൾ, ഒന്നാമത്തെ കാര്യം വെച്ചാൽ 90% ഹിന്ദുക്കൾ ഇതൊന്നും പഠിക്കുന്നില്ല. എത്രയോ ഗ്രന്ഥങ്ങൾ കിടക്കുന്നു. ഇതൊന്നും ഒരെണ്ണം പോലും വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനോ ഒന്നും ആരും ശ്രമിക്കുന്നില്ല. വിവേക ചൂടാമണി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്നും ആർക്കും വേണ്ട. എത്രയോ ആചാര്യന്മാർ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കുകയോ ഒന്നുമില്ല. ആരെങ്കിലും ഇത് പഠിക്കാനോ ഒക്കെ ഒന്ന് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അയാളെ ഇകഴ്ത്ത് താഴേക്ക് ചവിട്ടി താഴ്ത്താനുള്ള ശ്രമമേ 90% നമ്മുടെ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. 10 ദിവസം ഒരുത്തിന് അമ്പലത്തിൽ പോയാൽ 11ാമത്തെ ദിവസം വരുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും. നമ്മുടെ സമൂഹം കുറച്ച് മോശമാണ് ഇത്തരം വിഷയങ്ങളിൽ.